അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട്. അതായത് മിഥുൻ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 23 വയസ്സുകാരൻ റിലേഷൻഷിപ്പിൽ വന്ന കുറച്ച് ഇഷ്യൂസ് ഒരു ബ്രേക്കപ്പ് കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു അതിൽ ഞാൻ എൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ഇവരുടെ വോയിസ് നോട്ട്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് പറയാനുള്ളത്, ആ കുട്ടി അതായത് ഈ പറയുന്ന അക്ഷര എന്ന് പറയുന്ന കുട്ടിക്ക് പറയാനുള്ളത്, ആ കുട്ടി ഈ ആത്മഹത്യക്ക് ശേഷമല്ല, ആത്മഹത്യക്ക് മുന്നെയാണ് പറയുന്നത്. മിഥുൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അറിയാലോ, എനിക്കതെങ്ങനെ വെക്കാനുള്ള മടി കാരണമാണ്. ഓൾറെഡി കേട്ട കാര്യമായിരിക്കും. സോ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഈ മിഥുൻ എന്ന് പറയുന്ന ആള് കരഞ്ഞു കാല് പിടിക്കുകയാണ് ഈ കുട്ടീൻ്റെ. ഒന്ന് കാണുമോ, ഒന്ന് എൻ്റെ ഫോൺ എടുക്കുമോ, ഒന്ന് ഞാൻ പറയുന്ന കേൾക്കുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ കുട്ടി പറഞ്ഞ മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പഴയ പോലെ അവൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഈ ഒരു 5 വർഷത്തിൽ 2 വർഷം മാത്രമേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 വർഷം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മിഥുനും പറയുന്നുണ്ട്, എനിക്കറിയാം നീ 2 വർഷം മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ, ബാക്കി വരുന്ന 3 വർഷം നീ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ആൾക്ക് അറിയാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് റിലേഷൻഷിപ്പാണ്, ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആവട്ടെ, കാമുകി കാമുകന്മാരാവട്ടെ, ഭർത്താവ് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും, കാരണം സെയിം ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പം ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്താലേ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ. എന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രം ആകുന്ന സമയത്ത് നമുക്കൊരു മടുപ്പായിരിക്കും ആ റിലേഷൻഷിപ്പിനോട്. അതിൽ ഒരു ലൈക്ക് വിയോജിപ്പില്ല, ശരി തന്നെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത്, അല്ലെങ്കിൽ ഏകദേശം ഇതിന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ട ആൾക്കാരുടെ ഒക്കെ വീഡിയോസിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ്, ഇവരുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. യെസ്, ഇവർ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന ആള് ടോക്സിക് ആയിരുന്നു, ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളായിരുന്നു, അതൊന്നും നമുക്കറിയില്ല. ഇവരുടെ ഇടയിൽ ഈ 5 വർഷത്തിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 വർഷം സ്നേഹിച്ചിട്ട് പിന്നെ 3 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വന്ന എന്തുകൊണ്ടാണെന്നൊന്നും ഈ പറയിരിക്കുന്ന എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ഒരു കമന്റ് വന്ന സമയത്ത് ഞാൻ ആളുടെ ബ്രദർ എന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് അയച്ച ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന അവരുടെ റിലേഷൻഷിപ്പ് ലൈക്ക് ഡീപ്പായിട്ട് ആർക്കും അറിയില്ല, അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ടോക്സിക് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പം അവൻ പറഞ്ഞു, ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫെൻസിങ്ങിലേക്ക് ഈ പറയുന്ന അക്ഷരനെ കൊണ്ടെത്തിച്ചത് മിഥുനാണ്. കോച്ചിങ്ങിന് പോകാനുള്ള കിറ്റ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് മിഥുനാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കേരളത്തിൽ മാത്രമല്ല പുറത്തും മത്സരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പോകാനുള്ള പൈസ കൊടുക്കുന്നതും അതിന്റെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ മിഥുനാണ്. ദെൻ വന്നിട്ട് ആ കുട്ടീൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഷീ ഈസ് വെരി ആക്റ്റീവ് ഇൻ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ഒരുപാട് ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു അതൊക്കെ മിഥുൻ്റെയും കൂടി ഫ്രണ്ട്സാണ്, മിഥുനിൻ്റെ ഫ്രണ്ട്സ് അവളുടെയും. അപ്പം പൊതുവെ നമ്മൾ ടോക്സിക്, ഇപ്പോഴത്തെ ആൾക്കാർ ടോക്സിക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ബോയ് ഫ്രണ്ട് തരുന്നില്ല, ഹസ്ബൻഡ് തരുന്നില്ല, നമ്മളുടെ മെയിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാനുള്ള ഫ്രീഡം തരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്പേസ് തരുന്നു, അതൊക്കെയാണ് നമ്മൾ ടോക്സിക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇഷ്ടമുള്ള, നമുക്ക് അറിയാം, പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ആ കുട്ടിയുടെ ഇഷ്ടമുള്ള റീൽസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതൊന്നും മിഥുനൊരു വിഷയമായിരുന്നില്ല എന്നാണ് മിഥുൻ്റെ അനിയൻ പറഞ്ഞിരുന്നത്. ടോക്സിക്കോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. വളരെ കാരണം യൂണിയനിലൊക്കെ ഉള്ള ആളാണ്, ഹി ഓൾസോ വെരി ആക്റ്റീവ്, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. അവരുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര കാലം പോകുന്നതാണ്? ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ. റിലേഷൻഷിപ്പ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാവുന്ന സമയത്ത് അത് എവിടെയും എത്തില്ല. ട്രസ്റ്റ് മീ, എവിടെയും എത്തില്ല അത്. അപ്പം അങ്ങനെ തോന്നുന്ന 3 വർഷമൊന്നും എടുക്കേണ്ട ആവശ്യം ഈ മിഥുനായാലും അക്ഷരക്കായാലും ഉണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നറിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പം ഈ മിഥുൻ ചിന്തിച്ചിട്ടുണ്ടാവും, വീണ്ടും മുമ്പ് 2 വർഷം സ്നേഹിച്ചതുപോലെ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തിൽ ഈ കുട്ടി എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നുള്ളത് മിഥുൻ ചിന്തിച്ചിട്ടുണ്ടാവും.
അതുകൊണ്ടായിരിക്കാം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടാകുന്നത്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും വാങ്ങി കൊടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ടൈം തന്നെയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും സ്നേഹവും അതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം ഈ ലോകത്തില്ല. സോ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്താ പറയുക, ചോക്ലേറ്റ് കൊടുക്കുന്നതിനോടോ പിന്നെ അല്ലെങ്കിൽ ഒരു മഞ്ച്, അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ടെഡി ബിയർ, കീ ചെയിൻസ്, അതൊക്കെ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. മഗ് ഓക്കെ, അല്ലാണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാപ്ടോപ്സ്, പിന്നെ ഐഫോൺ, അതുപോലെ തന്നെ ഡയമണ്ട്സ്, പിന്നെ ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഇപ്പം ഈ അക്ഷരക്ക് തന്നെ അത് ഓക്കെ അല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്, എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്ഷര ആദ്യം ചെയ്യേണ്ട കാര്യം ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് മെല്ലെ 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 അത് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് കുറച്ച് ആളുടെ സംസാരം, അക്ഷരേൻ്റെ വർത്താനം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ആൾ അത്യാവശ്യം ബോൾഡാണ്, അത്യാവശ്യം ബോൾഡായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് ആ ഒരു വോയിസ് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ അക്ഷര ഇവൻ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവന്റെ അമ്മേനെ ഏൽപ്പിക്കാലോ, ഇവനെ ഏൽപ്പിക്കണ്ട, ഇവന്റെ അമ്മേനെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ വാങ്ങിയ പൈസകളൊക്കെ എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നൊന്നും എനിക്കറിയാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങേണ്ട കാര്യം? തരുമ്പം എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ ഫോണുണ്ട്, അത്യാവശ്യം പൈസ ഉണ്ട്, പിന്നെ ചെലവിനുള്ളതൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ പോരെ. അല്ലാണ്ട് ഇവൻ 3 ലക്ഷം പിന്നെ ബാക്കിയുള്ള ഐഫോണും ലാപ്ടോപ്പും ഒക്കെ വാങ്ങേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ വാങ്ങി തന്നെ വെച്ചോ. ഇത്രയും ഡയലോഗ് അടിക്കുന്ന ആൾക്ക് അത് തിരിച്ചു കൊടുക്കാലോ, ഇവന് കൊടുക്കണ്ട, ഇവന്റെ അമ്മേന്റെ കയ്യിൽ ഏൽപ്പിക്കാലോ. എനിക്കിങ്ങനെ താല്പര്യമില്ല അമ്മേ, അപ്പം നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് ആ അമ്മേൻ്റെ അടുത്ത് പറയാമല്ലോ. ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോടാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, എപ്പോൾ വേണമെങ്കിലും പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ നിൽക്കാം. കാരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ അത് കൊടുത്തു, ഞാൻ ഇത് കൊടുത്തു, അങ്ങനെ പിന്നെ അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ കൊടുത്തതുകൊണ്ടാണ് വാങ്ങുന്നത്. പക്ഷെ ഇവിടെ വാങ്ങിയിട്ട് ആളെ ഒഴിവാക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാന്യതയും കൂടി കാണിക്കണമായിരുന്നു ബ്രേക്കപ്പ് ആവുന്നതിന് മുന്നേ. വേറൊരു കമന്റ് കണ്ടത്, ഈ കുട്ടി എവിടെയോ പിന്നെ ഈ ഒരു ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയി അവിടെ ഒരാളെ ഇഷ്ടപ്പെട്ടതാണ് ഈ ബ്രേക്കപ്പിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും ഈ വീഡിയോ കാണുന്ന ഓരോ ആളോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്നേഹമില്ലാണ്ട് നിൽക്കുന്നതിൽ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചി അപേക്ഷിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങളെ കൂടെ നിർത്തുന്നതിൽ അർത്ഥമേയില്ല. അങ്ങനെ കിട്ടുന്ന സ്നേഹത്തിന് എന്ത് വിലയുള്ളത്? സ്നേഹമായാലും റെസ്പെക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് അറിഞ്ഞു തരണം. അല്ലാണ്ട് നിങ്ങൾ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിലേക്കൂടെ പോവുക. മനസ്സിലായില്ലേ? അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് തീരെ മനസ്സിലാകാത്തൊരു കാര്യം, ശരിയാണ്, 5 വർഷമായാലും 1 വർഷമായാലും നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ജന്മം മുഴുവൻ നമ്മൾ അവരുടെ കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു നിമിഷം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പോലും പറ്റില്ല. നമ്മളെ മനസ്സിൽ ലൈക്ക് ഇമാജിൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, കല്യാണം, അങ്ങനെ നമ്മളൊരു എൻറ്റയർ ഫ്യൂച്ചർ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ഗോപുരം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയാണ് ഒറ്റ നിമിഷത്തിൽ. അത് ഭയങ്കര പെയിൻഫുൾ ആണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൈവിട്ട് പോകുന്നു, ഞാൻ എൻ്റെ കൈവിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സെൻ്റെ കൈവിട്ട് പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പാരൻസിനോട് പറയുക, ഫ്രണ്ട്സിനോട് പറയുക, കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ സെറ്റാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയത് കൊണ്ടൊന്നും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും അത് ആദ്യം മനസ്സിലാക്കുക. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കരുത്, ഒരിക്കലും അവസാനിപ്പിക്കരുത്. നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഓവർകം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം ഈ ആള് മിഥുൻ വിട്ടുപോയി എന്ന് വെച്ചിട്ടുണ്ട് അക്ഷര ജീവിക്കുന്നില്ലേ? ഞാൻ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതിൽ ആ കുട്ടി പറയുന്നത് 2 വർഷം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ 2 വർഷം ആ കുട്ടി ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി മരിച്ചുപോയി, ഇനി ആ ആളിനെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പം അത് മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ സ്റ്റോറി ഇടുമ്പോൾ അത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഈ കുട്ടീന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ മരിച്ചാൽ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും ഈ എന്തിന്റെ ബേസിലാണ് ആ കുട്ടി അങ്ങനെ സ്റ്റോറിക്കൊക്കെ റിപ്ലൈ കൊടുക്കുകയും അല്ലെങ്കിൽ ന്യൂ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇടുകയൊക്കെ ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതിനോട് എനിക്ക് യോജിക്കാനും പറ്റില്ല, എന്ത് മെന്റാലിറ്റിയാണ് അത് എന്നുള്ളത്. അപ്പം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും എങ്ങനെയാണ് പറയുന്നു, ആരെയും കരഞ്ഞ് കാല് പിടിച്ചിട്ടൊന്നും ലൈഫിൽ നിർത്തണ്ട. അതൊന്നും ശാശ്വതമല്ല ഒരിക്കലും. ഇതിപ്പം ആ കുട്ടി അക്ഷര എന്ന് പറയുന്ന കുട്ടി അഗെയിൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ് ഇപ്പം. അപ്പം ആ കുട്ടീനോടാണ് ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ല, അതിനുപരി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ല യു ആർ നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ആണ് എന്നുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഇതിലിപ്പം ഞാൻ പറയട്ടെ, കേസ് എടുക്കാണ്ട് നിൽക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ഡോക്ടർ മരിച്ച സമയത്ത് ആ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ ചെയ്തതാണ്. അതും ഒരു തരത്തിലുള്ള ആത്മഹത്യാ പ്രേരണ തന്നെയാണ്. ഈ ഡിപ്രഷനിൽ അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മളത്രയും സ്നേഹിച്ച ഒരാൾ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മൾ ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ്, അല്ലെങ്കിൽ വിഷാദം എന്നുള്ള ഒരു സംഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാൾ നമ്മളെ അടുത്ത് നീ പോയി മരിക്കുക, അല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ നമ്മളെ മൈൻഡിൽ നമുക്കിങ്ങനെ തോന്നും, അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ തോന്നും. അത് ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ തോന്നും. ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അത് വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ആങ്സൈറ്റി ഒക്കെ അനുഭവിച്ച ആൾക്കാർക്ക് അതറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിലും പോലീസ് കേസ് എടുക്കണം. അത് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി കേസ് എടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ് എന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ ഈ കുട്ടീൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്. പിന്നെ അപ്പം അതിലൊന്നും കാര്യമില്ല. കാര്യങ്ങൾ എടുത്തത് അന്വേഷിച്ച് എന്താണ് ഏതാണെന്നുള്ളത് അന്വേഷിക്കുകയും ഈ ഒരു ഇപ്പം നമ്മളെല്ലാവരും ഹാഷ്ടാഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് കിട്ടട്ടെ. ജസ്റ്റിസ് ഫോർ മിഥുൻ മോഹൻ എന്നുള്ള ആ ഒരു സംഭവം കിട്ടേണ്ടത് തന്നെയാണ്. ഈ കാണുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ആരും നിൽക്കരുത്. അതിനൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം സംഭവിക്കുന്നുള്ളത്. ഒരു പ്രണയം മാത്രമല്ല ലൈഫിൻ്റെ ഞാൻ മുന്നേ പറയുന്നത്, കല്യാണം മാത്രമല്ല ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രണയം മാത്രമൊന്നുമല്ല ജീവിതത്തിൻ്റെ ഏക ഭാഗം എന്ന് പറയുന്നത്. അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ,